ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ അല്ല, ഒരു ആന്ധ്ര സ്പെഷ്യൽ ചില്ലി ചിക്കനാണ്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം, പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? പിന്നെ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നങ്ങ് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ ഇത്. ഇനി അപ്പോഴേക്കും നമുക്കൊരു ചെറിയ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കണം. അതിനൊരു പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള, വലിയ സവാളയൊന്നും അല്ല, കുഞ്ഞു സവാളയാണ്, അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 6-7 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിക്ക് ഒരുപാട് അങ്ങ് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഈ സമയം തന്നെ അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. ഇനി ഇതേ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഇത് ചെറുതായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമല്ലോ, അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കളർ മാറുന്ന രീതിയിലോ അങ്ങനെ ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഇതാണ് ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്, ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ആകെ ഒരു പാടായിട്ട് എനിക്ക് തോന്നിയത് ഈ സവാള വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ആവേ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ പാകം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷേ ഈ ഫ്രഷ് ആയിട്ട് ചതച്ചിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കുവേ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. അപ്പം ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 വരെ എടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റണം. അപ്പോഴേക്കും നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതോടെ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലും കുറച്ച് പുതിന ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്കിത് ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാവേ. ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടി തീരെ എരിവ് കുറഞ്ഞതാണ് കേട്ടോ, കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. ഇനി അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവുക. ഇനി നമുക്കിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ട് ആ മസാലയായിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ട ചിക്കനൊക്കെ നന്നായിട്ട് ആ മസാലയായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഈ ചിക്കൻ ഒരു പകുതി വേവാവുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാവേ. ഇപ്പോൾ ദാണ്ട ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ദാണ്ട ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഇതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് നല്ല കട്ടിയുള്ള 1 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോവോ, അങ്ങനെയൊക്കെ ചില ഡൗട്ടുകൾ ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള 1 കപ്പോളം തേങ്ങാപ്പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചിക്കൻ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാവേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ചിക്കനകത്ത് നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചല്ലോ, അതിൻ്റെയൊക്കെയാണ്. ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറ്റി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ വേവുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ മതിയാവും. ഇപ്പോൾ ദാണ്ട അത്യാവശ്യം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.25 ടീസ്പൂണോളം ഗരം മസാല ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ കറിയിൽ ഇപ്പോഴും അത്യാവശ്യം നല്ലപോലെ വെള്ളമുണ്ട്. ചിക്കനകത്ത് നിന്ന് നല്ല അടിപൊളിയായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചിക്കനകത്ത് നിന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാവേ. ഇപ്പോൾ ദാണ്ട അത്യാവശ്യം ചിക്കനകത്ത് നിന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. നെയ്ച്ചോറിനും പിന്നെ അത് കണക്ക് ചപ്പാത്തിക്കും എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണേ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇനി ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.